ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ്സിൻ്റെ ലഡ്ഡു, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ടെന്ന് പറയുന്നത് ഇത് ഹാർട്ട് ഹെൽത്തിന് നല്ല ഉപയോഗകരമാണ്, ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഹാർട്ടിൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ നെയ്യ് ഉപയോഗിക്കണ പോലെ തന്നെയാണ് ഇത്. ഒരു ദിവസം ഒരു ലഡ്ഡു കഴിക്കുന്നതിലൂടെ തന്നെ ഹാർട്ടിൻ്റെ ഫങ്ഷനും നന്നാക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ അടുത്തത് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ല് പിന്നെ കാൽഷ്യം ഒക്കെ നന്നാവാനും എല്ലിന് നല്ല ബലം കൊടുക്കാനും, അതായത് ബോൺ സ്ട്രെങ്തനിങ് ചെയ്യുന്നതിനും ഹെൽപ്ഫുള്ളാണിത്. പിന്നെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി കഴിഞ്ഞവർക്ക്, അതായത് ചൈൽഡ് ബർത്തൊക്കെ ആയി കഴിഞ്ഞവർക്ക് ഇത് റെഗുലറായിട്ട് കഴിക്കുന്നതിലൂടെ ഒരുപാട് ന്യൂട്രിയൻറ്റ് റിച്ച് ഫുഡാണ് ഇത്. അപ്പോൾ ഈ സെസമെ സീഡ്സ്, പിന്നെ പീനട്ട്സ്, പിന്നെ വേറെ സൺഫ്ലവർ സീഡ്സ് ഇല്ലെങ്കിൽ പംകിൻ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ഫ്ലാക്സ് സീഡ്സും കഴിക്കുന്നതിലൂടെ കിട്ടുക. അപ്പം നല്ലൊരു എനർജി നമ്മളുള്ളിൽ ഉണ്ടാവാനിത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത് ഇത് പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും, പിന്നെ മുടിയിലത്തെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ഒന്ന് കൺട്രോൾ ചെയ്യാനും അത് വരാതെ ഇരിക്കാനും ഇത് ഹെൽപ്ഫുള്ളാണ്. അതായത് ഞങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടാവുമല്ലോ ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്, അപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ കുറവുണ്ടാവും. അപ്പോൾ ഇത് ഓരോരോ ലഡ്ഡു കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു ബ്ലഡ് ഉണ്ടാവാനും ഇത് സഹായിക്കും. നല്ലൊരു എനർജി നമ്മൾക്ക് ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ മുടിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഹെയർ ഫോൾ ആവാം, സ്പ്ലിറ്റ് എൻഡ്സ് ആവാം, റഫ്നെസ് ആവാം, വേണ്ടാത്ത ഡ്രൈനെസ് ആവാം, പിന്നെ ഈ ബ്രിട്ടിൽ ഹെയർ എന്ന് പറയില്ല, അങ്ങനെ ഇങ്ങനത്തെ ചില മുടിയിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ചർമ്മത്തിനും മുടിക്കും നല്ലോണം ഇത് ബലം നൽകും. അതായത് ചർമ്മം എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും, നല്ല ഗ്ലോയിങ് സ്കിൻ ഉണ്ടാവാനും ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ റിങ്കിൾസ് കുറയ്ക്കാനും, പിന്നെ അത് നാച്ചുറലായിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ, ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുമല്ലോ, മുഖത്ത് ഇല്ലെങ്കിൽ വേറെ സ്കിന്നിലൊക്കെ ഒന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇത് നല്ല സർക്കുലേഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റെഗുലറായി എടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതായത് കാൽഷ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഇങ്ങനെ ചില ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഹെൽപ്ഫുള്ളാണ് ഒരുപാട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നാക്കാനും, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നാക്കാനും, പിന്നെ ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടാവാം, ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാം. ഇതിനൊക്കെ ഒന്ന് നന്നാക്കാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഡൈജസ്റ്റീവിൻ്റെ അത് പ്രോസസ്സ് ഉള്ളത് ഇത് കഴിക്കുന്നതിലൂടെ ഇത് ശരിയായ രീതിയിൽ നമുക്ക് അത് റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്നതും ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതുമാണ്. കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി സിസ്റ്റം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലെന്ന് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണപ്പെടാറുണ്ട്. അതായത് മിഡിൽ ഏജിൻ്റെ ആളുകളാവാം, ടീനേജേഴ്സ് ആവാം, ഇവർക്കൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലെന്ന് പറയുമ്പോൾ.
അതായത് അൺഹെൽതി ഫുഡ് ഹാബിറ്റ്സ്, അതായത് സ്നാക്ക് ഐറ്റംസ് ആവാം, ബർഗർ, ചീസ്, ഇങ്ങനെ പാസ്ത, ഇങ്ങനെ ഒക്കെ കഴിക്കുമ്പോൾ, നൂഡിൽസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, പിസ്സ, ഇങ്ങനെ ഒരു പാക്കറ്റ് ഫുഡൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ വീക്കൻ ആവുന്നത് ഒരുപാട് ഈസിയാണ്. അപ്പോൾ അതിൽ വേണ്ട ഒരു ന്യൂട്രിയൻസ് ഞങ്ങളുടെ ബോഡിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു എനർജി ലഡ്ഡു ഒക്കെ കഴിക്കുമ്പോൾ ഞങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നന്നായി നോക്കാനും അത് നല്ലോണം ഹെൽത്തി ആയിട്ട് വെക്കാനും ഒരുപാട് കാലങ്ങളോളം ഞങ്ങൾക്ക് നന്നായി ജീവിക്കാനും ഇങ്ങനത്തെ ഒരു ഭക്ഷണ രീതിയിലൂടെ നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു കാര്യം. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇതിൽ ഒരുപാട് ന്യൂട്രീഷ്യസ് ഫുഡാണ്, റിച്ച് ആയിട്ടുള്ള ഫുഡെന്ന് തന്നെ പറയാം. അപ്പോൾ വേറെ ചില ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിലും ഇങ്ങനത്തെ ലഡ്ഡൂസ് കഴിക്കുന്നതിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഫ്ലാക്സ് സീഡ്സ് ലഡ്ഡു കഴിക്കുന്നതിലൂടെ ഞങ്ങളുടെ ഗട്ട് ഹെൽത്തും നന്നാവാനും ഇത് സഹായിക്കും. പിന്നെ ഗട്ട് ഹെൽത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന പ്രോസസ്സ് തന്നെ നന്നായി നടക്കാൻ വേണ്ടിയിട്ടുള്ള അതൊരു ബാക്ടീരിയാസ് ഉണ്ടാവും ദേഹത്തിൻ്റെ അകത്ത്, അതായത് ഗട്ടിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാവാൻ അത് നമുക്ക് വേണ്ടതാണ്. അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും ഇത് ഗട്ട് ഹെൽത്ത് നന്നാക്കി വയ്ക്കാനും ഇത് സഹായിക്കും. ഇത് ഗട്ട് ഹെൽത്ത് നന്നായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൈൽസിൻ്റെ പ്രശ്നം വരില്ല, ഫിഷറിൻ്റെ പ്രശ്നം വരില്ല, കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം വരില്ല, പിന്നെ ഇൻഡൈജഷൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. ഇങ്ങനെ പിന്നെ കിഡ്നി സംബന്ധിച്ച പോലെ തന്നെ അതിനും ഇത് സഹായിക്കുന്നതാണ്. ഇന്നർ സിസ്റ്റം, ഞങ്ങളുടെ ഉള്ളിലത്തെ ഒരു ഇന്നർ ഓർഗൻസൊക്കെ നന്നായി വയ്ക്കുന്നത് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ്. അപ്പം നല്ല ഒരു ഫുഡ് ഐറ്റംസ് കഴിക്കാനും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കണം. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത്, ഇതിൽ ഞങ്ങളുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും, പിന്നെ ഹൈ BP എന്ന് പറയില്ലേ, ബ്ലഡ് ഷുഗർ എന്ന് പറയും, അത് കൺട്രോൾ ചെയ്യാനും ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇത് റെഗുലറായി കഴിക്കുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഫ്ലാക്സ് സീഡ് ലഡ്ഡു എന്ന് പറയുന്നത് ആമസോണിൽ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീട്ടിലും ഉണ്ടാക്കാവുന്നതാണ്. അതായത് വീട്ടിൽ ഫ്ലാക്സ് സീഡ്സ് എടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക, പിന്നെ പീനട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കുക, ബാദാം, കാഷ്യൂനട്ട്, നിങ്ങൾക്ക് ഏത് വേണോ അത് ഒരു ഡ്രൈ ഫ്രൂട്ട് ഓപ്ഷന് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതും എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ ജാഗറി എന്ന് പറയില്ലേ, വെല്ലത്തിൻ്റെ ഒരു മിശ്രിതത്തിൻ്റെ കൂടെ നന്നായി യോജിപ്പിച്ചിട്ട് ചെറുതായിട്ട് ഇത് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ലഡ്ഡു പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീസറിൽ ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഇതൊരു 3 months വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. റെഗുലറായി കഴിക്കുന്നതിലൂടെ ഇത്രയൊക്കെയാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ഒരു ബെല്ലൈക്കനും അമർത്തണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.